എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 131, 132 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും രണ്ടാമത്തേതിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനും രുക്മിയും തമ്മിലുള്ളതായ യുദ്ധം ആരംഭിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. നമുക്ക് ആദ്യം 131ാമത്തെ ശ്ലോകം നോക്കാം. തജ്ജൽപിതം തസ്യ ദുരാശയസ്യ ശ്രുത്വാപ്യവജ്ഞായ വിഭുസ്മിതേന പര്യാകുലാം കിം नु ഭവിഷ്യതീതി വിദർഭരാജസ്യ സുതാമവാദീത്. ആദ്യം പദച്ഛേദം പറയാം. തജ്ജൽപിതം തസ്യ ദുരാശയസ്യ ശ്രുത്വാ അപി അവജ്ഞായ വിഭു സ്മിതേന പര്യാകുലാം കിം नु ഭവിഷ്യതി ഇതി വിദർഭരാജസ്യ സുതാം അവാദീത്. കഴിഞ്ഞ ശ്ലോകത്തിൽ രുക്മി ശ്രീകൃഷ്ണനോട് വളരെ കയർത്ത് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. തൻ്റെ സഹോദരിയെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് കാൽക്കൽ വീണ് നമസ്കരിക്കാനൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത് കേട്ടിട്ട് എന്തായിരുന്നു ശ്രീകൃഷ്ണൻ ചിന്തിച്ചത്, പറഞ്ഞത് എന്നൊക്കെയാണ് പറയണത്. വിഭു തസ്യ ദുരാശയസ്യ തജ്ജൽപിതം ശ്രുത്വ. വിഭു എന്ന് പറഞ്ഞാൽ പരമാത്മസ്വരൂപിയായിട്ടുള്ള എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നവനായ ആ ശ്രീകൃഷ്ണൻ, തസ്യ ദുരാശയസ്യ, ആ ദുരാശയൻ്റെ ചീത്ത ആശയങ്ങളുള്ളവൻ, ചീത്ത മനസ്സുള്ളവൻ രുക്മി, ആ രുക്മിയുടെ തജ്ജൽപിതം, അങ്ങനെയൊക്കെയുള്ളതായ ജൽപിതം. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പറഞ്ഞ ഒരു ചീത്ത ആവശ്യങ്ങളാണല്ലോ പറഞ്ഞത്. എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുക, ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിന് മാപ്പ് ചോദിക്കുക തുടങ്ങിയിട്ടുള്ളതായ വാക്യങ്ങളാണല്ലോ പറഞ്ഞത്. അങ്ങനെയുള്ള ആ ജൽപിതങ്ങൾ അതൊക്കെ ശ്രുത്വ, ജൽപിതം, ജൽപ്പനം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ലാത്ത പിറുപിറുക്കൽ എന്നൊക്കെയാണ് അർത്ഥം, വാക്കിനർത്ഥം. പക്ഷേ ഇവിടെ അർത്ഥമൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളുടെ ആ വാക്കുകൾക്കൊന്നും വലിയ വില കൊടുക്കാതെ എന്നുള്ള ഒരർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീകൃഷ്ണൻ അതിനൊന്നും വലിയ വിലയൊന്നും കൊടുത്തില്ല. അതാണ് തജ്ജൽപിതം ശ്രുത്വ അഭി. അയാൾ പറഞ്ഞത് ആ ജൽപ്പനങ്ങളൊക്കെ കേട്ടു എങ്കിൽ പോലും അവജ്ഞായ, അതിന് വലിയ വിലയൊന്നും കൊടുക്കാതെ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് അവിടെ മറ്റൊരു കാര്യം കൂടിയും അതിനുകൂടിയും പരിഹാരം കാണാനുണ്ട്. അതാണ് ശ്രീകൃഷ്ണൻ ശ്രദ്ധ കൊടുത്തത്. കിം नु ഭവിഷ്യതി ഇതി, ഇനി എന്താണാവോ ഉണ്ടാവുക എന്ന്. കിം नु ഭവിഷ്യതി, അടുത്ത നിമിഷം രുക്മിയുമായിട്ടുള്ള യുദ്ധം എങ്ങനെയൊക്കെയാണാവോ ഉണ്ടാവുക എന്ന് പരിഭ്രമിച്ച് നിൽക്കുന്നത് ആരാ? രുക്മിണി തന്നെയാവുമല്ലോ. രുക്മിണിക്ക് ശ്രീകൃഷ്ണനോട് വളരെയധികം പ്രേമമുണ്ട്. രുക്മിയോട് തൻ്റെ സഹോദരനാണ് എന്നുള്ളതിൻ്റെ സ്നേഹം ഉണ്ടാവുമല്ലോ. അത് കുറേ കാലമായിട്ട് തൻ്റെ കൂടെയുണ്ട്, കൂടെപ്പിറപ്പാണ് എന്ന സ്നേഹങ്ങളൊക്കെ ഉണ്ടാവും. ശ്രീകൃഷ്ണനോട് അടങ്ങാത്ത പ്രേമവും ഭക്തിയും ഒക്കെ ഉണ്ട് താനും. അപ്പോൾ അവർക്ക് രണ്ടു കൂട്ടർക്കും ഒന്നും വരാൻ രുക്മിണിക്ക് ഇഷ്ടമല്ല. അപ്പം അതിന് രുക്മിണിക്കുള്ളൊരു പരിഹാരം ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ പറയണത്. അപ്പോൾ രുക്മിണിയുടെ അവസ്ഥയാണ് കിം नु ഭവിഷ്യതി ഇതി, എന്താ ഇനി വരാൻ പോണ അടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നത് എന്ന് പര്യാകുലാം, ആലോചിച്ചിട്ട് വളരെ ഉത്കണ്ഠയോടുകൂടി നിൽക്കുന്നവളായ, ആകുലയായി ദുഃഖിതയായി നിൽക്കുന്നവളായ വിദർഭരാജസ്യ സുതാം, ഭീഷ്മ മഹാരാജാവിൻ്റെ മകളോട് രുക്മിണിയോട് സ്മിതേന അവാദീത്, ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞു. അതായത് രുക്മി ഓരോന്ന് വെല്ലുവിളിക്കുകയും കാൽക്കൽ വീണ് നമസ്കരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അതിനുള്ള മറുപടി രുക്മിയോടല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞത്, മറിച്ച് തൻ്റെ അടുത്ത് നിൽക്കുന്ന രുക്മിയുടെ സഹോദരിയെ ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ട് രുക്മിണിയുടെ മനസ്സിൽ പേടി ഉണ്ടാവും എന്നുള്ളത് ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ലോകേശ്വരൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ വാക്ക് വിഭു എന്ന് പറഞ്ഞത്. എല്ലാവരുടെ ഉള്ളിലുണ്ട്, പരബ്രഹ്മസ്വരൂപിയാണ്. ഓരോരുത്തരുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളും ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ രുക്മിണി എന്താവും വിചാരിക്കണതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രുക്മിണിയെ നല്ലവണ്ണം ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ മറുപടി പറയുക ചെയ്തത്. വളരെ സൗമ്യമായിട്ടുള്ള വാക്കുകളാണ്, ചിരിച്ചുകൊണ്ടാണ് പറയണത് എന്നുള്ളതൊക്കെ ഇവിടെ കവി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും രുക്മിണിയെ പറഞ്ഞ് മനസ്സിലാക്കണത്. നമുക്ക് 132ാമത്തെ ശ്ലോകം കൂടി നോക്കാം.
തവാഗ്രജന്മേതി ബലേ മദീയേ പരാങ്മുഖേ മന്ദരണാഭിലാഷേ സ്മയേന യത്കിഞ്ചനവാദിനോസ്യ ദർപ്പം ഹരാമ്യത്ര നമേസ്തി ദോഷ. എന്താണ് പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ ഭംഗിയായിട്ട് ശ്രീകൃഷ്ണൻ രുക്മിണിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം പദച്ഛേദം പറയാം. തവ അഗ്രജന്മ ഇതി ബലേ മദീയേ പരാങ്മുഖേ മന്ദരണാഭിലാഷേ സ്മയേന യത്കിഞ്ചന വാദിന അസ്യ ദർപ്പം ഹരാമി അത്ര ന മേ അസ്തി ദോഷ. കുറേ കുഞ്ഞു കുഞ്ഞു വാക്കുകളുണ്ട്. എന്താണ്, സംഭാഷണമാണല്ലോ, അതുകൊണ്ടായിരിക്കും കുഞ്ഞു വാക്കുകളൊക്കെ സുകുമാരകവി ഉപയോഗിച്ചത്. എന്താണ് ഇവിടെ പറയണതെന്നാണെങ്കിൽ, തവ അഗ്രജന്മ ഇതി, രുക്മിണിയോട് പറയാണ്, നിൻ്റെ ഏട്ടനാണ്, എനിക്കറിയാം. അതുകൊണ്ട് രുക്മിണിയുടെ മനസ്സിലെ ഏറ്റവും ആദ്യത്തെ പേടി ഇപ്പോൾ ഇതുവരെ വന്നവരെയൊക്കെ ഒരുവിധം കൊന്നു തള്ളുക ചെയ്തത്. അതിൽ കൂടുതൽ ബലമുള്ളവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാനുള്ളൂ. ശിശുപാലനായാലും അതുപോലെ ജരാസന്ധനായാലും അങ്ങനെയുള്ളവരൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു, സൈന്യങ്ങളെയൊക്കെ സ്വന്താക്കി, അല്ലാത്തവരെയൊക്കെ വധിച്ചു എന്ന് പറഞ്ഞുല്ലോ. അങ്ങനെ ഈ കയ്യിൻ്റെ മുമ്പിൽ കണ്ണിൻ്റെ മുമ്പിൽ വന്നവരെയൊക്കെ വധിച്ചു വിട്ട ചരിത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണന്. അപ്പോൾ രുക്മിണിക്ക് നല്ല പേടിയുണ്ട്. അടുത്ത നിമിഷം ഈ പോരിന് വിളിച്ചു വരുന്ന തൻ്റെ സഹോദരനെ വധിക്കാൻ ഒരു താമസവും ഉണ്ടാവില്ല, അടുത്ത നിമിഷം വധിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി പേടിച്ച് നിൽക്കുകയാണ്. അരുതെന്ന് പറയാനും പറ്റില്ല, അത്രയ്ക്ക് ദുഷ്ടനുമാണ് രുക്മി. പക്ഷേ സഹോദരനായി പോയില്ലേ, അറിയാതെ കുറേ സ്നേഹവും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. തവ അഗ്രജന്മ, അഗ്രജന്മ എന്ന് വെച്ചാൽ അഗ്രേ ആദ്യം, ജന്മ യസ്യസ, നിൻ്റെ ജ്യേഷ്ഠനായി പിറന്നവനാണ് ഈ നിൽക്കുന്നത് എന്നെനിക്കറിയാം. എങ്കിൽ പോലും ഇതി, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാൾ ചെയ്തതെന്താണ്? മദീയേ ബലേ പരാങ്മുഖേ മന്ദരണാഭിലാഷേ. ഈ പറഞ്ഞ വാക്കുകളൊക്കെ സൈന്യത്തിനെ പറ്റിയിട്ടാണ് പറയണത്. മദീയേ ബലേ, എൻ്റെ ബലം, ബലം എന്നുള്ളതിന് സൈന്യം എന്നർത്ഥം. എൻ്റെ സൈന്യം പരാങ്മുഖേ, യുദ്ധത്തിന് പരാങ്മുഖമായി നിന്നപ്പോൾ, അതായത് യുദ്ധം ചെയ്യണ്ട മതിയാക്കി എന്നൊക്കെ വിചാരിച്ച് തിരിച്ചു പോവുമായിരുന്നല്ലോ. ആ സമയത്ത് പരാങ്മുഖമായി നിന്നപ്പോൾ മാത്രമല്ല, മന്ദരണാഭിലാഷേ, രണാഭിലാഷം മന്ദീഭവിച്ച നേരത്ത് എൻ്റെ സൈന്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവനാണ് ഈ രുക്മി. അതുകൊണ്ടാണ് പറയണത് സ്മയേന യത് കിഞ്ചിത് വാദിന അസ്യ. ആ സൈന്യത്തിനോട് സ്മയേന, അഹങ്കാരത്തോടു കൂടിയിട്ട് എന്തൊക്കെയോ പറയുകയും ആക്രമിക്കുകയും ചെയ്യാനൊക്കെ മുതിർന്നുവല്ലോ. അതാണ് യത് കിഞ്ചന, എന്തൊക്കെയോ, അതെന്താണെന്നൊന്നും ഇവിടെ വ്യക്തമാക്കാൻ കവിയും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊക്കെ എനിക്കെതിരെ, അല്ലെങ്കിൽ ബലരാമനെതിരെ, ദ്വാരകയ്ക്കെതിരെ ഒക്കെ പറഞ്ഞുവല്ലോ. നീ പോയിട്ട് പശുക്കളെ മേച്ചോ എന്നൊക്കെ പറയുന്ന വാക്കുകളൊന്നും നല്ല വാക്കുകളല്ല. അപ്പോൾ എന്തൊക്കെയോ നമുക്കെതിരെ പറഞ്ഞതായിട്ടുള്ള ആ രുക്മിയെ, എന്നെയും എൻ്റെ സൈന്യത്തെയും അടച്ചാക്ഷേപിച്ചവനായ ആ രുക്മിയെ, അതാണ് യത് കിഞ്ചനവാദിന, അത് വ്യക്തമാക്കണമൊന്നുമില്ല, അത് രുക്മിണിയും കേട്ടത് തന്നെയാണ്. അങ്ങനെ വർത്തമാനം പറഞ്ഞ അസ്യദർപ്പം, അവൻ്റെ അഹങ്കാരം ഹരാമി, ഞാനൊന്നും ഇല്ലാണ്ടാക്കുന്നുണ്ട്, അല്ലാതെ എന്തു ചെയ്യുന്നില്ല, വധിക്കുന്നില്ല, ഞാൻ അവനെ വധിക്കും എന്ന് രുക്മിണിയോട് പറഞ്ഞില്ല. അത് കേട്ടപ്പോൾ തന്നെ രുക്മിണിക്ക് വളരെയധികം ആശ്വാസമായിട്ടുണ്ടാവും. ഏട്ടൻ ഭോഷത്വങ്ങൾ പലതും കാണിച്ചിട്ടാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നേക്കണതെങ്കിലും ആ കൈകൊണ്ട് മരണമില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ടാവും. ഞാനവൻ്റെ അഹങ്കാരം കളയുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കി കൊടുത്തു. അത്രമേ ന ദോഷ അസ്തി, അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വലിയ ദോഷമൊന്നും വരാനില്ല. കൊല്ലുമ്പോഴല്ലേ ഉള്ളൂ ദോഷം. ഏറ്റവും അടുത്ത ബന്ധുക്കളെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, അതായത് അത് രുക്മിണിക്കും വളരെയധികം ബാധിക്കും, രുക്മിണിയെയും ബാധിക്കും. രുക്മിണിയുടെ സഹോദരനെ വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രുക്മിണിയുടെ മാനസികാവസ്ഥ പിന്നീടുള്ള ജീവിതത്തിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് വധിക്കണമൊന്നുമില്ല, അങ്ങനത്തെ ദോഷങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല, അഹങ്കാരം ഒന്ന് കളയുന്നുണ്ട്, ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് എന്നാണ് ശ്രീകൃഷ്ണൻ രുക്മിണിയോട് രുക്മിയെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് മതിയാക്കി പോയ എന്നെ തിരിച്ചു വലിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ച ഇവന് അഹങ്കാരം ഒന്ന് കുറച്ച് കൊടുക്കാം എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തജ്ജൽപിതം തസ്യ ദുരാശയസ്യ ശ്രുത്വാപ്യവജ്ഞായ വിഭുസ്മിതേന പര്യാകുലാം കിം नु ഭവിഷ്യതീതി വിദർഭരാജസ്യ സുതാമവാദീത്.
തവ അഗ്രജന്മേതി ബലേ മദീയേ പരാങ്മുഖേ മന്ദരണാഭിലാഷേ സ്മയേന യത്കിഞ്ചനവാദിനോസ്യ ദർപ്പം ഹരാമ്യത്ര നമേസ്തി ദോഷ. അങ്ങനെ അഹങ്കാരം കളയാൻ, രുക്മിയുടെ അഹങ്കാരം കളയാനായിട്ട് ശ്രീകൃഷ്ണൻ പുറപ്പെടുകയാണ്. എന്തൊക്കെയാണ് വരാൻ പോണതെന്നുള്ള അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇനിയൊരു 6 ശ്ലോകങ്ങളാണ് ഈ ഒരു അധ്യായത്തിലുള്ളത്. അതിൽ രുക്മിയുടെ അഹങ്കാരം തീർക്കണതായിട്ട് വർണ്ണിക്കുന്നുണ്ട്. 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.